സദ്യക്കൊരു 100 കൂട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ എന്താണ് ഭാഗ്യ ചേച്ചി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്? ഇന്ന് ടൊമാറ്റോ പിക്കിൾ, തക്കാളി അച്ചാർ അല്ലേ? തക്കാളി അച്ചാർ പറഞ്ഞാൽ അത്രക്ക് കോമൺ ആയിട്ടുള്ള സംഭവം അല്ലേ? കോമൺ ആയിട്ടുള്ള സംഭവമല്ല, പക്ഷെ അതിന്റെ നമ്മുടെ ഒരു വ്യത്യാസം ഉണ്ട് ഇതില്. എല്ലാവരും ഉണ്ടാക്കാൻ പോലെയുള്ള അച്ചാറല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് എല്ലാം ചേർത്തിട്ടാണ് ഇവിടെ എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമ്മളെപ്പോഴും വെറൈറ്റി ആയിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാതിരി ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ടൊമാറ്റോ പിക്കിൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ്. വെറൈറ്റിയാണ്, നല്ലൊരു വെറൈറ്റിയാണ്. കുറെ ദിവസം എടുത്തു വെക്കാം അല്ലെ? കുറച്ച് ദിവസം എടുത്തു വെക്കാം. അപ്പൊ നമുക്ക് അതിന്റെ കട്ടിങ്, തക്കാളി അതായത് ടൊമാറ്റോസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് സംഭവങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടുത്താം. നമ്മള് എത്ര എടുത്തു, തക്കാളി എത്ര എടുത്തു, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് കട്ടിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. തക്കാളി നമ്മൾ 1 കിലോ എടുത്തിട്ടുണ്ട്. തക്കാളി, കറിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കപ്പൽ മുളക്, കുറച്ച് ശർക്കര, വെളുത്തുള്ളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്, കടുക്, ഉലുവ, നല്ലെണ്ണ, കുറച്ച് വിനിഗർ, കായം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ തക്കാളി അച്ചാർ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഈ തക്കാളി അച്ചാറിൽ നമ്മൾ എടുക്കുന്നത് ശർക്കര ഇടുന്നുണ്ട്. ശർക്കര കുറച്ച് ചെറിയ കഷ്ണം. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, പിന്നെ ബാക്കി ഒരു കാര്യം പറയാനുള്ളത്, 1 കിലോ എടുത്തിരിക്കുന്നത് 1 കിലോന്റെ അളവിലാണ് ഇപ്പൊ നമ്മൾ അളവിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വെച്ചത്. അപ്പൊ നിങ്ങൾ 1/2 കിലോ ഉണ്ടാക്കുകയാണെങ്കിൽ 1/2 കിലോന്റെ അപ്പൊ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാർ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോണ്. നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ തക്കാളിയാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ദശക്കട്ടി ഉണ്ടാവും. അതുകൊണ്ട് ആപ്പിൾ തക്കാളി എടുത്തിരിക്കുന്നത് പൊടി പൊടിയായിട്ട് മുറിക്കണം കേട്ടോ. അപ്പോഴേ നമുക്കത് അങ്ങനെ നല്ല പേസ്റ്റ് പോലെ വതക്കുമ്പോൾ പേസ്റ്റ് പോലെ ആയി കിട്ടുള്ളൂ. ചെറുതായി നല്ല പൊടി പൊടിയായി മുറിക്കണം. തക്കാളി നല്ലപോലെ ചെറുതായിട്ട് പൊടി പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നല്ലപോലെ നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി അതിനെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് വെന്ത് സെറ്റ് ആവട്ടെ. അപ്പൊ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം.
നല്ലപോലെ വേവണം, നല്ല പേസ്റ്റ് മാതിരി ആവണം. അപ്പോഴേ നമുക്ക് അച്ചാർ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കേടും വരാതിരിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട്. നല്ലപോലെ തിളയ്ക്കുന്നേ ഉള്ളൂ, ഇനി നല്ലപോലെ വേവാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെക്കാം. നല്ലപോലെ വേവട്ടെ, അടച്ച് വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഉലുവൻ കടുക് ഒന്ന് വറുത്തെടുക്കാം, പൊടിക്കാൻ. അപ്പോൾ 1 കിലോ തക്കാളിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് ഒരു 2 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെക്കാം, ഗ്യാസ് ഓണാക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ കൊടുക്കാം. ഉലുവ നല്ലപോലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ചേർക്കാം. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാതെ. അടച്ച് വെക്കാം, പോരാ, വേവായിട്ടില്ല, അടച്ച് വെക്കാം. നമ്മുടെ അച്ചാർ ഒന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ കടുക് അതിന് ഇതിലിട്ട് കൊടുക്കാം. അതേപോലെ മഞ്ഞപ്പൊടി, അതൊരു 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 2 ഒരു 3 ടേബിൾ സ്പൂൺ. ഉപ്പ് 1 ടേബിൾ സ്പൂൺ, നല്ലോണം 1 ടേബിൾ സ്പൂൺ ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ശർക്കര, അത് നമുക്കൊന്ന് പൊടിച്ചീവിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം ശർക്കര ചീവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർത്ത് ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾക്ക് ഫൈനൽ കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓണാക്കാം. പാൻ ചൂടായ ഒരു 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയ പീസാക്കി മുറിച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കാം. അപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ഉണക്കമുളക് അതിട്ട് കൊടുക്കാം.
3 തണ്ട് കറുവേപ്പില അതിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്യാസ് നമുക്ക് ഓണാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലിരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിയാവാനുണ്ട്. അപ്പോഴേ തക്കാളി അച്ചാർ നന്നായിരിക്കുള്ളൂ. ഒന്നും കൂടെ ഡ്രൈ ആവണം. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവട്ടെ. തക്കാളി അച്ചാർ ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. എന്താ വെച്ചാൽ അധികം എരിവ് ഉണ്ടാവില്ല. തക്കാളിയുടെ ആ മധുരവും നമ്മൾ ശർക്കരയും ചേർക്കുന്നുണ്ടല്ലോ, നന്നായിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ടൂറ് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ കേട് വരികയില്ല. കുറേ ദിവസം കേട് വരാണ്ടിരിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ്. ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ടൊമാറ്റോ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു അച്ചാർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭാഗ്യ ചേച്ചിയുടെ സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ ഭാഗ്യ ചേച്ചിന്റെ സമ്മതത്തോടു കൂടി ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണേ. എന്താ പറയാ, ഒന്നും പറയാനില്ല, കുറ്റൊന്നും പറയാനില്ല. അടിപൊളിയായിട്ടുണ്ട്. ചോറിലേക്ക് പറ്റും, ബ്രെഡിലേക്ക് പറ്റും, ചപ്പാത്തിക്ക് പറ്റും, പൊറോട്ടക്ക് പറ്റും, ഇഡ്ലിക്ക് പറ്റും, ദോശക്ക് പറ്റും, എന്ന് വേണ്ട നൂൽപുട്ടിലേക്ക് വരെ പറ്റും, ഇടിയപ്പത്തിലേക്ക് വരെ പറ്റും. അത്രയും ഒരു അടിപൊളി സംഭവം മാറിയിരിക്കും. നല്ല ടേസ്റ്റാണ്. അതെ. അടിപൊളിയായിട്ടുണ്ട്. ചേച്ചി ഇതിപ്പോ ഏകദേശം ഇപ്പൊ എത്ര ഇരിക്കും? ഒരു 6 മാസം ഇരിക്കുമോ? 6 മാസം ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ? ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ ഇത് 6 മാസത്തേക്ക് 6 കൊല്ലത്തേക്ക് ഉണ്ടാവും തോന്നുന്നു അല്ലേ? ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട്. അതെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കുക. നല്ലൊരു അച്ചാറാണ്. ഇതിനാരും നോക്കി ചമ്മന്തി എന്നൊന്നും പറയരുത്. ഇത് തികച്ചും അച്ചാറാണ്. അതെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതുവരെയും എല്ലാവർക്കും സദ്യക്കൊരു 100 കൂട്ടത്തിന്റെ ബൈ.